Hi all. Kerala Technical University Thermodynamics 2019 സ്കീം 4th മൊഡ്യൂളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൊടുത്തേക്കുന്നത് സിലബസ് ആണ്. ഈ സിലബസ് കണ്ടിട്ട് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് പ്യുവർ സബ്സ്റ്റൻസിലാണ് ഈ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മൊഡ്യൂളിൽ തന്നെ 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്യുവർ സബ്സ്റ്റൻസ്, അതിൻ്റെ ഫേസ് ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഐഡിയൽ ഗ്യാസ്, അതിൻ്റെ ബിഹേവിയർ, ഇക്വേഷൻസ് കാര്യങ്ങളാണ്. അപ്പോൾ 2 സെക്ഷനായിട്ടാണ് നമ്മൾ ഈ മൊഡ്യൂൾ 4 പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഐഡിയൽ ഗ്യാസ് സെക്കൻഡ് സെക്ഷനായ ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻസ്, ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് മോഡൽ, ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഓഫ് റിയൽ സബ്സ്റ്റൻസ്, വോൺ ഡെർ വാൾസ് ഇക്വേഷൻസ് ഓഫ് സ്റ്റേറ്റ്, virial expansion, compressibility factor, law of corresponding state and compressibility chart. Okay, first ഡിസ്കസ് ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസ്, കൺസെപ്റ്റ് ഓഫ് ഐഡിയൽ ഗ്യാസ്. 3 പോയിൻറ്റ്സ് ഉണ്ട്. ഈ 3 കേസസ്, അതായത് ഈ 3 പോയിൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ആ ഒരു ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ 3 പോയിൻറ്റ്സ് എന്നുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസ് ആണ്. ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് ഗ്യാസ് വിച്ച് സാറ്റിസ്ഫൈ ദിസ് 3 കണ്ടീഷൻസ്. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ആ ഒരു ഗ്യാസ് കാണിക്കുന്നുള്ളൂ എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഗ്യാസ് കണ്ടെയ്നിങ് മെനി നമ്പർ ഓഫ് മോളിക്യൂൾസ്. ദ മോളിക്യൂൾസ് ആർ റാൻഡംലി അറേഞ്ച്ഡ് ഇൻ കേസ് ഓഫ് ഗ്യാസസ്. ഒരു സബ്സ്റ്റൻസിന് 3 ഫേസസ് ആണ് ഉള്ളത്: സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗ്യാസ് ബിഹേവിയർ അല്ലെങ്കിൽ ഗ്യാസസിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസസിലെ മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ഡിസ്റ്റൻസ് എപ്പാർട്ടായിരിക്കും. ബിക്കോസ് റാൻഡംലി അറേഞ്ച്ഡ് ആയിരിക്കും ഗ്യാസിലെ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും ഈ മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, ഒരു അട്രാക്റ്റീവ് റിപ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യും. ഇൻ കേസ് ഓഫ് ലിക്വിഡ്സ് ഈ മോളിക്കുലാർ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും, കൂടുതലായിരിക്കും ഗ്യാഷ്യസിനേക്കാളും. സോളിഡ്സിലാണെങ്കിൽ വളരെ അധികം കൂടുതലായിരിക്കും. അപ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സോളിഡ്സിൽ, അതിന് ലിക്വിഡ്സിലോട്ട് പോകുമ്പോൾ ഇൻ്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞു വരും. ഗ്യാഷ്യസിലാണെങ്കിൽ തീരെ ഇല്ല എന്നല്ല, അവിടെ ഒരു ഇൻ്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ്, റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ കൺസിഡറബിളി വളരെ കുറവായിരിക്കും സോളിഡ്സിന് ലിക്വിഡ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, പക്ഷേ ഇവിടെ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ പറയുമ്പോൾ ഫസ്റ്റ് പറയാനുള്ളത്, അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ്, ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് ആദ്യം തന്നെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല, അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയ ഒരു കേസാണ്. ഐഡിയൽ ഇൻ ബിഹേവിയർ അല്ലെങ്കിൽ ഐഡിയൽ നേച്ചർ അല്ല എന്ന് പറയുന്ന സമയത്ത് ആദ്യം മനസ്സിലാക്കണം, ഇത് തിയറിറ്റിക്കലി മാത്രം അഡോപ്റ്റ് ചെയ്ത ഒരു കൺസെപ്റ്റ് മാത്രമാണ്. ഓക്കെ, ഒരിക്കലും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് വെച്ചിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. കാരണം പല ഡെറിവേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ പല പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന കാര്യം ഒരു ഗ്യാസ് ഇന്ന കണ്ടീഷനിലാണ് എന്ന് അസ്യൂം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഐഡിയൽ കേസ് നമ്മൾ പറയുന്നത്. അല്ലാതെ പ്രാക്ടിക്കലി ഒരിക്കലും പോസിബിളായ കേസല്ല. അപ്പോൾ എന്തായാലും റിയൽ ഗ്യാസിൻ്റെ കേസിൽ ഈ ഒരു അട്രാക്റ്റീവ് ഫോഴ്സസ് ഉണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ഐഡിയൽ ഗ്യാസിൻ്റെ 3 കണ്ടീഷനിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ഇൻ്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ഫോഴ്സ് എന്തായിരിക്കും, ഉണ്ടായിരിക്കില്ല. രണ്ടാമത്തത് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് ഫേസ് ഡ്യൂറിങ് എ തെർമോഡൈനാമിക് പ്രോസസ്സ്. ഇവിടെ ഫേസസ് ഏതൊക്കെയാണ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസസ്. ഈ തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുമ്പോൾ എന്തുണ്ടാവില്ല, ഇവിടെ ഒരു ഫേസ് ചേഞ്ച് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞു,
ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു സബ്സ്റ്റൻസ് സോളിഡ് ഫേസിലാണെന്ന് വിചാരിക്കുക. ആ പ്രോസസ്സ് എൻഡ് ചെയ്യുമ്പോഴും ആ ഒരു സബ്സ്റ്റൻസ് എന്ത് ഫേസിലായിരിക്കണം? സോളിഡ് ഫേസിൽ തന്നെ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ കേസ്, ഐഡിയൽ ഗ്യാസ് ഫോളോസ് ദിസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. മുൻകൂട്ടി പഠിക്കുന്ന ഇക്വേഷനാണിത്, PV = RT. ഇതാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ P എന്ന് പറയുന്നത് പ്രഷർ, V എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയം, R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T മീൻസ് ടെമ്പറേച്ചർ. അപ്പോൾ PV = RT എന്ന് പറയുന്ന ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ആണെന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? PV = RT. ഇപ്പോൾ ഓരോ ടേംസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. P പ്രഷർ, V സ്പെസിഫിക് വോളിയം, R ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T ടെമ്പറേച്ചർ. നമ്മൾ R എന്ന് പറയുന്ന ഈ ഒരു പാരാമീറ്റർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്ന രൂപത്തിലും പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് രണ്ടും സെയിം അല്ല, എപ്പോഴും ആലോചിക്കുക. ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റും യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റും തമ്മിൽ വേരിയേഷൻ ഉണ്ട്, അല്ലെ ഡിഫറെൻറ്റ് ടേംസ് ആണ്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് ഈ ഇക്വേഷനിലുള്ള ഈ R എന്ന് പറയുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വോളിയം, സ്പെസിഫിക് വോളിയം സെയിം അല്ല. വോളിയം പെർ കിലോഗ്രാം അല്ലെങ്കിൽ പെർ മാസ് ആണ് എന്ത് സ്പെസിഫിക് വോളിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ മാസ് ആണ് എന്ത് പറയുന്നത്? സ്പെസിഫിക് വോളിയം. അപ്പോൾ PV = RT. V എന്ന് പറയുന്നത് സ്പെസിഫിക് വോളിയം ആണ്, P എന്ന് പറയുന്നത് പ്രഷർ, R എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T മീൻസ് ടെമ്പറേച്ചർ. ഇനി ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്, ഇതിനെ ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് ഇക്വേഷൻ എന്നും പറയും. ഓക്കെ, ഒരുപാട് ഗ്യാസസ് ലോ എന്ന് പഠിച്ചിട്ടുണ്ട്. ബോയ്സ് ലോ പഠിച്ചിട്ടുണ്ട്, ചാൾസ് ലോ, അവഗാഡോസ് ലോസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബോയ്സ് ലോ, ചാൾസ് ലോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻസ് എഴുതിയിരുന്നു. കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P1V1/T1 = P2V2/T2 = a constant. ഇതാണ് കമ്പൈൻഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ്. കാരണം ഇത് തമ്മിലുള്ള റിലേഷൻസൊക്കെ ബോയ്സ് ലോ, ചാൾസ് ലോ വെച്ചിട്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അത് വെച്ചിട്ട് ഈ ലോസൊക്കെ കമ്പൈൻ ചെയ്തിട്ട് അറൈവ് ചെയ്തേക്കുന്ന ഇക്വേഷനാണ് എന്ത്? ഈ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. P1V1/T1 = P2V2/T2 = a constant. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ വന്നതെന്നും ഓർക്കുക. PV = നമുക്ക് എന്ത് പറയാൻ പറ്റും? PV/T = R. കാരണം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്, PV = RT. അപ്പോൾ PV/T = നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റൻറ്റ് അഥവാ R ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് are pressure, volume, temperature, etc. Okay, these properties are used to indicate or express the state of the system. അതായത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ഏത് സ്റ്റേറ്റിലാണോ ഇരിക്കുന്നത്, സപ്പോസ് അത് സോളിഡ് സ്റ്റേറ്റിലാണ് അല്ലെ സോളിഡ് ഫേസിലാണ് ആ ഒരു സബ്സ്റ്റൻസ് ഇരിക്കുന്നതെങ്കിൽ നമുക്കതിൻ്റെ എന്തൊക്കെ വെച്ചിട്ടാണ് അത് സോളിഡ് സ്റ്റേറ്റിലാണെന്ന് നമ്മൾ പറയാം? അതിൻ്റെ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഡിഫൈൻ ബൈ യൂസിങ് എന്താണ്? തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്ന് പറയും. അല്ലെങ്കിൽ എന്താ? തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിൽ വരുന്നതാണ് ഈ സ്പെസിഫിക് വോളിയം എന്നുള്ളത്. നമ്മൾ നോർമൽ വോളിയം അല്ലെങ്കിൽ ടോട്ടൽ വോളിയം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ വോളിയത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ബേസിക് ജനറൽ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് നമ്മൾ ടോട്ടൽ വോളിയം ചെയ്യാറ്, അല്ലേ?
അപ്പോൾ ആ ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ മാസ് ആണ് അവിടുത്തെ മാസ് ആണ് എന്ത് സ്പെസിഫിക് വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ടോട്ടൽ വോളിയം ഓഫ് ദ സബ്സ്റ്റൻസ് പെർ മാസ് അല്ലെങ്കിൽ പെർ കിലോഗ്രാം ഈസ് നോൺ ആസ് സ്പെസിഫിക് വോളിയം. അപ്പോൾ അങ്ങനെ യൂണിറ്റ് എങ്ങനെ വരും? വോളിയത്തിൻ്റെ യൂണിറ്റ് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ്. ദീസ് ഓൾ ആർ മെഷേർഡ് ബൈ യൂസിങ് ദ യൂണിറ്റ് മീറ്റർ അല്ലേ? ലെങ്ത്ത് മീറ്ററിലാണ്, ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ മീറ്ററിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ മീറ്റർ ക്യൂബ് പെർ മാസിൻ്റെ SI യൂണിറ്റ് എന്താ? കിലോഗ്രാം. അപ്പോൾ സ്പെസിഫിക് വോളിയത്തിൻ്റെ SI യൂണിറ്റ് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും? മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആണെന്ന് എഴുതാൻ വേണ്ടി പറ്റും. യൂണിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം ചെയ്യുവാണെങ്കിലും സപ്പോസ് ഡിഫൈൻ ഇപ്പോൾ സ്പെസിഫിക് വോളിയം എന്ന് വെച്ച് ചോദിക്കുവാണെങ്കിലും ഏത് തരത്തിൽ ഒരു പ്രോബ്ലം അറ്റൻഡ് ചെയ്യുവാണെങ്കിലും അതിലെന്ത് ഇമ്പോർട്ടൻ്റ് ആണ്? യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യൂണിറ്റ് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ഈസി ആയിട്ട് നമുക്ക് ആ ഇക്വേഷൻസ് കിട്ടും. മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ അത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? SI യൂണിറ്റ് ആണ്. വോളിയത്തിൻ്റെ SI യൂണിറ്റ് ആണ്. കിലോഗ്രാം എന്തിൻ്റെ SI യൂണിറ്റ് ആണ്? മാസിൻ്റെ SI യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ SI യൂണിറ്റ് ഓഫ് എ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. അതാണ് SI യൂണിറ്റ് ഓഫ് സ്പെസിഫിക് വോളിയം മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻ? PV = RT. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് സ്പെസിഫിക് വോളിയം എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. സ്പെസിഫിക് വോളിയം V = ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ മാസ്. അപ്പോൾ അതെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും? ഈ ഇക്വേഷൻ നമ്പർ 1 ആണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ PV = RT. അപ്പോൾ P ഇൻറ്റു സ്പെസിഫിക് വോളിയാണ് ഇത് അല്ലേ? അപ്പോൾ സ്പെസിഫിക് വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താ? ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ മാസ് ഈസ് ഈക്വൽ ടു R ഇൻറ്റു T. അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എന്ത് വരും? PV = mRT. അപ്പോൾ ടോട്ടൽ വോളിയം ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ വരണമെങ്കിൽ ആ ഇക്വേഷൻ എങ്ങനെയായിരിക്കണം? PV = mRT എന്നുള്ള രൂപത്തിലായിരിക്കണം. ഓക്കെ, ഇതിലെ P എന്ന് പറയുന്നത് എന്താണ്? പ്രഷർ. യൂണിറ്റ് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഷർ മെഷേർഡ് ബൈ SI യൂണിറ്റ്സ് ഓഫ് SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇത് തന്നെയാണ് എന്ത്? 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് 1 പാസ്കൽ എന്നുള്ളത്. ഇതൊക്കെ എന്തിൻ്റെ യൂണിറ്റാണ്? പ്രഷറിൻ്റെ യൂണിറ്റാണ്. പ്രഷറിൻ്റെ വേറെ യൂണിറ്റ്സ് ഉണ്ട്. ബാറിൽ മെഷർ ചെയ്യും, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, പാസ്കൽ, അങ്ങനെ ഒരുപാട് യൂണിറ്റ്സ് എന്തിനുണ്ട്? പ്രഷറിനുണ്ട്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് കൺവേർട്ട് ചെയ്യുന്നതൊക്കെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പറയാം. ഇപ്പോൾ പ്രഷറിൻ്റെ SI യൂണിറ്റ് ഇവിടെ പാസ്കലാണ്. V എന്ന് പറയുന്നത് എന്താ? വോളിയം നമ്മൾ മെഷർ എന്താണെന്ന് നേരത്തെ പറഞ്ഞു, മീറ്റർ ക്യൂബിലാണ്. M എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻ എന്താ? കിലോഗ്രാം. T ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമുക്ക് എന്ത് വരും? PV = mRT എന്നുള്ള രൂപത്തിലോട്ടേക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ്. ഓക്കെ, പെർഫെക്റ്റ് ഗ്യാസ്. യൂണിറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഞാൻ പറഞ്ഞു ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് R എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഇതുവരെ പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ ഉള്ളത് എന്താണ്? ഇതുവരെ നമ്മൾ പറഞ്ഞേക്കുന്നതൊക്കെ R എന്ന് പറയുന്നത് എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് കാണണമെങ്കിൽ ഇപ്പോൾ കിട്ടിയ ഈ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ PV = mRT റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ R ഈസ് ഈക്വൽ ടു PV ഡിവൈഡഡ് ബൈ T എന്ന് എഴുതാം. അപ്പോൾ യൂണിറ്റ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. പ്രഷറിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു സ്പെസിഫിക് വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ഇൻറ്റു ടെമ്പറേച്ചർ. ഡിനോമിനേറ്ററിലാണ് ടെമ്പറേച്ചർ, അതുകൊണ്ട് തന്നെ എന്താണ്? 1/K. അപ്പം ന്യൂട്ടൺ മീറ്റർ ക്യൂബ് മീറ്റർ സ്ക്വയർ ക്യാൻസൽ ചെയ്തു പോവും. ബാക്കി എന്താ ഉള്ളത്? ന്യൂമറേറ്ററിൽ ഒരു മീറ്റർ ഉണ്ട്. ന്യൂട്ടൺ മീറ്റർ പെർ കിലോഗ്രാം ഇൻറ്റു 1/Kelvin. അപ്പം
ന്യൂട്ടൺ മീറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് 1 ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 ജൂളാണ്. ഓക്കെ, ന്യൂട്ടൺ മീറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1 ജൂളാണ്. അപ്പോൾ ഈ യൂണിറ്റ് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അപ്പോൾ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് എന്തിൻ്റെ യൂണിറ്റ്? ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇതിൻ്റെ യൂണിറ്റ് ആണ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്നുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ ലെറ്റർ ആർ ആണെന്ത്? ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഈസ് നോട്ട് സെയിം ഓർ ഈക്വൽ ടു യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. നമ്മൾ +2 പഠിച്ചിരുന്നത് ആർ എന്ന് പറഞ്ഞത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് എന്നുള്ള പേരിലായിരുന്നു. പക്ഷെ ഇത് രണ്ടും എന്താ സെയിം ആണോ? അല്ല, രണ്ടും ഡിഫറെൻറ്റ് ടേമാണ്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ആറും യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷനാണ് ഇനി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നു കൺസിഡർ എ കണ്ടെയ്നർ കണ്ടെയ്നിങ് ഗ്യാസസ്. ഒരു കണ്ടെയ്നർ എടുക്കുന്നു, ഇതിലെന്തെന്നു? ഗ്യാസ് ഫില്ല് ചെയ്യുന്നു. ഗ്യാസിൽ ഓൾറെഡി എന്തുണ്ട്? ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്, തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളിത് ഐഡിയൽ ഗ്യാസാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് കണ്ടീഷനിൽ പറഞ്ഞിരുന്നു എന്തായിരുന്നു? ഇതിൽ തമ്മിൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. എന്നൊക്കെ മാത്രമേ നമ്മൾ എന്തുള്ള 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഇതൊരു ഐഡിയൽ ഗ്യാസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളൊരു കണ്ടെയ്നറിൽ ഗ്യാസ് എടുക്കുന്നു, അതിൻ്റെ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഈച്ച് മോളിക്യൂൾ, ഓരോ മോളിക്യൂളിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ മോളിക്യൂളിൻ്റെ വെയിറ്റ് ക്യാപിറ്റൽ ലെറ്റർ എം, അടുത്ത മോളിക്യൂളിൻ്റെ വെയിറ്റ്. അപ്പോൾ ഓരോ മോളിക്യൂൾസിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എം, അല്ലെങ്കിൽ മോളിക്കുലാർ വെയിറ്റ് ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ഇനി ഈ കണ്ടെയ്നറിൽ n നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്പർ ഓഫ് മോൾസിൻ്റെ എണ്ണം n ആണെന്ന് വിചാരിക്കുക. n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. ആ ഓരോ മോളിക്യൂൾസിൻ്റെയും വെയിറ്റ് എന്ന് പറയുന്നത്, മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ എം ആണെന്ന് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാസ് ഈക്വൽ ടു, അവിടെയുള്ള ടോട്ടൽ മാസ് ആണ് എന്ത്? എം എന്ന് ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് ഓഫ് ഈച്ച് മോളിക്യൂൾ ആണെങ്കിൽ സ്മോൾ ലെറ്റർ എം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ മാസ് ആണ്. ടോട്ടൽ മാസ് ആണ് സ്മോൾ ലെറ്റർ എം. അപ്പോൾ എം ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ എം, വേർ എൻ ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്, വേർ ക്യാപിറ്റൽ ലെറ്റർ എം ഈസ് ദ മാസ് ഓഫ് 1 മോളിക്യൂൾ ഓർ ഈച്ച് മോളിക്യൂൾ. അതിനെ വേറെന്ത് പേര് വിളിക്കും? മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയും. ക്യാപിറ്റൽ ലെറ്റർ എം മീൻസ് മോളിക്കുലാർ മാസ് ഓർ മോളിക്കുലാർ വെയിറ്റ്. അപ്പോൾ ടോട്ടൽ മാസ് ഓർ സ്മോൾ ലെറ്റർ എം എന്നുദ്ദേശിക്കുന്നത് n ഇൻറ്റു എം എന്നുള്ള ഇക്വേഷനിലൂടെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ് എന്തായിരുന്നു പഠിച്ചിരുന്നത്? PV = mRT. ഓക്കെ, അപ്പോൾ എം എന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു n ഇൻറ്റു എം മോളിക്കുലാർ വെയിറ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? ഈ PV = mRT എന്നുള്ള ഈ പെർഫെക്റ്റ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ PV = എമ്മിന് പകരം n ഇൻറ്റു മോളിക്കുലാർ മാസ് ഇൻറ്റു ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റൻറ്റ് R ഇൻറ്റു ടെമ്പറേച്ചർ T എന്ന് വരും. അപ്പോൾ PV = നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? PV = nR⁻T എന്ന് എഴുതാൻ പറ്റും. ഇവിടെ R⁻ എന്ന് പറയുന്നത് മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഇൻഡിവിജ്വൽ മോളിക്യൂൾ ഇൻറ്റു ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ഈ R⁻നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്ന് പറയാം. അപ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ഈസ് ഈക്വൽ ടു മോളിക്കുലാർ വെയിറ്റ് ഓഫ് ഓർ മോളിക്കുലാർ മാസ് ഓഫ് 1 മോളിക്യൂൾ ഇൻറ്റു എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണോ? അല്ല. അപ്പോൾ റീഅറേഞ്ച് എഴുതിയാൽ R = എന്ത് എഴുതാം? R⁻/m എന്നും തിരിച്ചെഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ എപ്പോഴും ആലോചിച്ചിരിക്കുക, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റും ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റൻറ്റും സെയിം അല്ല എന്നുള്ളത് ഓർക്കുക. അതുമാത്രമല്ല ഈ റിലേഷനും ഓർത്ത് വയ്ക്കുക. ഓക്കെ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് R⁻ൻ്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് 8314 ജൂൾ പെർ കിലോഗ്രാം മോൾ ഇൻറ്റു കെൽവിൻ. ഈ ഡിനോമിനേറ്റർ മോൾ
എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് മനസ്സിലായിരിക്കണം? ആ തന്നിരിക്കുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, വോൺ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് സിലബസിലുണ്ട്. അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഇനി പറയാൻ പോകുന്ന ടോപ്പിക്. അതിൽ ഫസ്റ്റ് വൺ ആണ് വോൺ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളത്. വോൺ ഡെർ വാൾസ് ഇക്വേഷനിൽ പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ് ദ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ടു റിയൽ ഗ്യാസ്. നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തത് ദ ഗ്യാസ് ബിക്കം പെർഫെക്റ്റ്ലി ഐഡിയൽ എന്ന് പറഞ്ഞ കേസിലാണ്. ഇനി ഈ ഐഡിയൽ ബിഹേവിയർ മാറി അതെങ്ങനെ റിയൽ ഗ്യാസിലോട്ടേക്ക് മാറുന്നു? ഐഡിയൽ ഗ്യാസ് റിയൽ ഗ്യാസ് അല്ല റിയൽ ബിഹേവിയറിലോട്ട് മാറുമ്പോൾ എന്ത് ഡീവിയേഷനാണ് സംഭവിക്കുന്നതാണ് എന്തിൽ പറയുന്നത്? വോൺ ഡെർ വാൾസ് ഇക്വേഷനിൽ പറയുന്നത്. അപ്പോൾ ഫ്രം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് the collision of molecules with one another and with the walls of the container is perfectly elastic. ഇതാണ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊളിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ രണ്ട് മോളിക്യൂൾസ് ഒരു കണ്ടെയ്നറിൽ ഗ്യാസ് എടുക്കുന്നു, ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ മോളിക്യൂൾസ് തമ്മിൽ എന്തുണ്ടാവും? കൊളൈഡ് ചെയ്യും, അല്ലെങ്കിൽ കൊളിഷൻ സംഭവിക്കാം, അങ്ങോട്ട് തമ്മിൽ കൂട്ടിമുട്ടും. അങ്ങനെയും സംഭവിക്കാം. അതുമാത്രമല്ല ഈ മോളിക്യൂൾസ് ഈ കണ്ടെയ്നറിൻ്റെ വോൾസിലും എന്ത് ചെയ്യാം? വന്ന് സ്ട്രൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ കൊളിഷൻ സംഭവിക്കാം. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന കൊളിഷൻസൊക്കെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നാണ് എന്തിൽ പറയുന്നത്? കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് 3 അസംഷൻസ് ഉണ്ട്. ഐഡിയൽ ഗ്യാസ് ആവണമെങ്കിൽ 3 അസംഷൻസ് നമ്മൾ പറയുന്നു. അതിൽ ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് കൊളിഷൻ ഓഫ് മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. Second one, no molecular attraction between the particles of gas. Third one, volume occupied by mass molecules is negligible as compared to volume of the gas. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ എനർജി ലോസും കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഈ ഒരു രണ്ട് മോളിക്യൂൾസ് തമ്മിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അല്ല കൊളിഷൻ സംഭവിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നില്ല? എനർജി ലോസസോ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ വോൾസിൽ തമ്മിലടിക്കുമ്പോൾ എനർജി ലോസസ് ഒന്നും സംഭവിക്കുന്നില്ല. രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മോളിക്കുലർ അട്രാക്ഷൻ ഉണ്ടാവില്ല. മോളിക്യൂൾസ് തമ്മിൽ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് തമ്മിലൊന്നും എന്തുണ്ടാവില്ല? മോളിക്കുലർ അട്രാക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർ മോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ ഉണ്ടാവില്ല. മൂന്നാമത്തത് വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾസ് നെഗ്ലിജിബിൾ. ഈ മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്തായിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഗ്യാസിൻ്റെ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാരണം വെച്ചാൽ വളരെ മൈന്യൂട്ടായിട്ട് സൈസ്ഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഗ്യാസ് വലിയൊരു എമൗണ്ടിൽ എടുക്കുമ്പോൾ അതിൻ്റെ ടോട്ടൽ വോളിയത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഈ മോളിക്യൂൾസ് ഒക്യുപ്പൈ അല്ലെങ്കിൽ ഈ മോളിക്യൂൾസിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അത് കണ്ടെത്തുന്ന ആ ഒരു ചെറിയൊരു വോളിയം എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പോൾ ഈ 3 അസംഷൻസ് ആണ് ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ പറയാനുള്ളത്. ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള 3 അസംഷൻസ് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ 3 അസംഷൻസ് അല്ല ഏതെങ്കിലും അസംഷൻസ് വാരി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ആ അസംഷൻസ് തെറ്റാന്ന് പറയുമ്പോഴാണ് അത് ഐഡിയൽ ബിഹേവിയർ അല്ല എന്ന് പറയാം അല്ലേ. അപ്പോൾ ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് റിയൽ ബിഹേവിയറിലോട്ടേക്ക് അത് മാറണം. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഈ പറയുന്ന അസംഷൻസിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ വോൺ ഡെർ വാൾസ് ഇക്വേഷനിൽ അതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വോൺ ഡെർ വാൾസ് ഇക്വേഷനിൽ ഈ ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ ഈ പറഞ്ഞ 3 അസംഷനിൽ 2 കറക്ഷൻസ് ആണ് മെയിനായിട്ട് പറയുന്നത്. 3 അസംഷൻസിൽ 2 കറക്ഷൻസ് ആണ് വോൺ ഡെർ വാൾസ് ഇക്വേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ബേസിക് ഇക്വേഷൻ എന്തായിരുന്നു? PV = RT ആയിരുന്നു അല്ലേ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. 2 കറക്ഷൻസ് ആണ് മെയിനായിട്ട് വോൺ ഡെർ വാൾസ് ഇക്വേഷൻ വഴി നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കറക്ഷൻ എന്ന് പറയുന്നത് വോളിയം കറക്ഷൻ, സെക്കൻഡ് വൺ മോളിക്കുലാർ അട്രാക്ഷൻ. അപ്പോൾ ഫസ്റ്റ് വോളിയം കറക്ഷൻ. അപ്പോൾ വോളിയം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസംഷൻ ഉണ്ടായിരുന്നല്ലോ. അതായത് മോളിക്യൂൾസിനെ ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ നെഗ്ലിജിബിൾ ആയിരുന്നു എന്നായിരുന്നു മൂന്നാമത്തെ അസംഷൻ. ആ അസംഷൻ ഇവിടെ കറക്റ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാണ് ഫസ്റ്റ് കറക്ഷൻ വോൺ ഡെർ വാൾസിൽ അതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മോളിക്യൂൾ ഒക്യുപ്പൈ എ ഫൈനൈറ്റ് വോളിയം. അതായത് മോളിക്യൂൾസിൻ്റെ നെഗ്ലിജിബിളായി ഇത് കളഞ്ഞല്ലോ, ചെറിയൊരു വളരെ മൈന്യൂട്ടായ വോളിയത്തിലാണ് ആ മോളിക്യൂൾസ് ഒക്യുപ്പൈ ചെയ്യുന്നത് ഐഡിയൽ ഗ്യാസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ
നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, തിരുത്തി പറയുന്നു, കറക്ഷൻസ് ചെയ്തു പറയുന്നു. എന്താണ് പറയുന്നത്, മോളിക്യൂൾസിന് ഒക്യുപ്പൈ ചെയ്യണമെങ്കിൽ ഒരു ഫൈനൈറ്റ്, ഒരു ചെറിയതാണെങ്കിൽ ഒരു ഫൈനൈറ്റ് ആയ ഒരു വോളിയം അവിടെ ആവശ്യമാണ്. അപ്പോൾ തന്നെ അതെന്ത് ബിഹേവിയറിലോട്ട് മാറി, റിയൽ ഗ്യാസിലോട്ടേക്ക് മാറി. റിയൽ ഗ്യാസിൽ എന്തായാലും നമുക്കറിയാം മോളിക്യൂൾസ് അവിടെയുണ്ട്, മോളിക്യൂൾസിന് ഒക്യുപ്പൈ ചെയ്യാൻ അതിൻ്റേതായ ഫൈനൈറ്റ് സ്പേസ് അതിന് വേണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു ടേമിലോട്ടേക്കായി ഇപ്പോൾ ഫസ്റ്റ് കറക്ഷൻ, വോളിയം കറക്ഷൻ വന്നപ്പോഴേക്കും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, അപ്പോൾ അതെന്ത് ബിഹേവിയർ കാണിച്ചു തുടങ്ങി, റിയൽ ഗ്യാസ് ബിഹേവിയർ കാണിച്ചു തുടങ്ങി. സെക്കൻഡ് പോയിന്റ് എന്താ, ഫ്രീ വോളിയം അവൈലബിൾ ഫോർ മോളിക്കുലാർ മോഷൻ. അവിടെയുള്ള ഫ്രീ വോളിയം, ബാക്കിയുള്ള വോളിയം ഉണ്ടാവുമല്ലോ, അത് മോളിക്കുലാർസ് തമ്മിൽ എന്ത് ചെയ്യണം, കൊളിഷൻ നടക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ആ മോളിക്കുലാർ മോഷന് വേണ്ടിയിട്ട് ആ ഫ്രീ വോളിയം അവൈലബിൾ സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ വി മൈനസ് ബി. മോളിക്കുലാർ അട്രാക്ഷൻ, സെക്കൻഡ് പോയിന്റ്. ഇൻ റിയൽ ഗ്യാസ് ദർ ആർ ഫോഴ്സ് ഓഫ് മോളിക്കുലാർ അട്രാക്ഷൻ. നമ്മൾ പറഞ്ഞു മോളിക്കുലാർ ഇൻട്രാക്റ്റീവ് ഫോഴ്സ് ഐഡിയൽ ഗ്യാസിൽ ഇല്ല എന്നുള്ളത്. പക്ഷേ റിയൽ ഗ്യാസിൽ വരുമ്പോൾ എന്താവും, നമ്മൾ പറയുന്നു മോളിക്കുലാർ അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ കറക്ഷൻ ഫാക്ടറായി നമ്മൾ കൊടുക്കുന്നു A/V² എന്നുള്ളതാണ് കറക്ഷൻ ഫാക്ടർ. ഇപ്പോൾ വോളിയം കറക്ഷനും നടത്തി, നമ്മൾ മോളിക്കുലാർ അട്രാക്ഷൻ കറക്ഷനും നടത്തി. അപ്പോൾ ഈ രണ്ട് കറക്ഷനും നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒരു രണ്ട് കോൺസ്റ്റൻ്റ് ആണിത് കേട്ടോ. V മൈനസ് ബി എന്നുള്ളത് വോളിയം കറക്ഷൻ കോൺസ്റ്റൻറ്റും മോളിക്കുലാർ കറക്ഷൻ അട്രാക്ഷൻ കോൺസ്റ്റൻറ്റുമാണ് A/V² എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇതാണല്ലോ. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും, P പ്ലസ് വോളിയം ചേഞ്ച് ഉണ്ടായി. വോളിയം ചേഞ്ച് ഉണ്ടായി എന്ന് പറയുമ്പോൾ അവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ സംഭവിച്ചു. അപ്പോൾ A/V² ഇൻറ്റു എന്ത് വരും, V മൈനസ് ബി ഈസ് ഈക്വൽ ടു RT. പ്രഷർ അവിടെ ഓൾറെഡി ഉണ്ട്, RT. ഇവിടെ ഇതെന്താണ്, ഈ ചേഞ്ച് എന്താണ്, അവിടെ ഉണ്ടായ വോളിയത്തിലുണ്ടായിരുന്ന ചേഞ്ചാണ്. ഓക്കെ, ഈ ടേമിലാണ് അവിടെ ചേഞ്ച് വന്നത്. ഓക്കെ, അപ്പോൾ വോളിയം കറക്ഷൻ, മോളിക്കുലർ അട്രാക്ഷൻ കറക്ഷൻ ചെയ്യുമ്പോൾ രണ്ട് കോൺസ്റ്റൻ്റ് എന്ത് ചെയ്യും, അവിടെ എക്സ്ട്രാ ആയിട്ട് വരും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, വോൺ ഡെർ വാൾസ് ഇക്വേഷനാണ് P/A/V² ഇൻറ്റു V മൈനസ് ബി ഈസ് ഈക്വൽ ടു RT. അവിടെ R എന്നുള്ളത് എന്താണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, R⁻T ആണ്. R⁻ എന്ന് പറഞ്ഞാൽ എന്താ, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ബി എന്താണെന്നുള്ളത്, ബി ഈസ് ദ കോൺസ്റ്റൻറ്റ് യൂസ്ഡ് ടു കറക്റ്റ് വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾ. അതായത് ഗ്യാസ് മോളിക്യൂളിനെ ഒക്യുപ്പൈ ചെയ്യാൻ വളരെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും ഒരു ഫൈനൈറ്റ് വോളിയം അതിനാവശ്യമാണെന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ ആ വോളിയം, അങ്ങനെ ഒരു കറക്ഷൻ അവിടെ വന്നതുകൊണ്ട് ആ കറക്ഷൻ ഫാക്ടറാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, അല്ലെ കോ വോളിയം എന്ന് പറയും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബി എന്ന് പറയുന്ന പാരാമീറ്റർ അവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ A/V² എന്നുള്ള കറക്ഷൻ ഫാക്ടർ കൊടുക്കാനുള്ള കാരണം എന്താണ്, കറക്ഷൻ ദാറ്റ് അക്കൗണ്ട്സ് ഫോർ ദ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. നെക്സ്റ്റ് കറക്ഷൻ എന്തായിരുന്നു, മോളിക്കുലാർ അട്രാക്റ്റീവ് ഫോഴ്സിനെ സംബന്ധിച്ചായിരുന്നു അല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനൊരു കറക്ഷൻ ഫാക്ടർ കൊടുത്തതാണ് A/V² എന്നുള്ളത്. അങ്ങനെയാണ് ഇക്വേഷൻ വന്നത്. ഓക്കെ, P പ്ലസ് A/V² ഇൻറ്റു V മൈനസ് ബി ഈസ് ഈക്വൽ ടു R⁻T. ഇതാണ് വോൺ ഡെർ വാൾസ് ഇക്വേഷൻ. നെക്സ്റ്റ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആയിട്ട് പഠിക്കുന്നത് റട്ട്ലിച്ച്-കോൺ ഇക്വേഷനാണ്. P ഈസ് ഈക്വൽ ടു RT ഡിവൈഡഡ് ബൈ V മൈനസ് ബി മൈനസ് A ഡിവൈഡ് ബൈ T⁻²² V ഇൻറ്റു V പ്ലസ് V. ഇതിനൊന്നും ഡെറിവേഷൻസ് ആവശ്യമില്ല, ജസ്റ്റ് ഇക്വേഷൻസ് വൈസ് പഠിച്ചു വയ്ക്കാം. പിന്നെ അത് ഡയട്രിക് ഇക്വേഷനാണ്. P ഈസ് ഈക്വൽ ടു RT ഡിവൈഡഡ് ബൈ V മൈനസ് ബി ഇൻറ്റു E⁻⁻A ഡിവൈഡ് ബൈ R ഇൻറ്റു T ഇൻറ്റു V എന്നുള്ളത്. ലാസ്റ്റ് വൺ വിരിയൽ എക്സ്പാൻഷൻ. ജസ്റ്റ് നമുക്ക് വിരിയൽ എക്സ്പാൻഷൻ നോക്കിയാൽ മനസ്സിലാവും. അതൊരു സീരീസ് ഇക്വേഷൻ ഫോമാറ്റിലാണുള്ളത്. PV ഡിവൈഡഡ് ബൈ RT ഈസ് ഈക്വൽ ടു 1 പ്ലസ് B ഡിവൈഡഡ് ബൈ V പ്ലസ് C ഡിവൈഡ് ബൈ V² പ്ലസ് D ഡിവൈഡഡ് ബൈ V³ എക്സെട്ര എക്സെട്ര. അപ്പോൾ ഇതെന്ത് ഫോർമാറ്റിലാണുള്ളത്, ഒരു സീരീസ് ഇക്വേഷൻ ഫോർമാറ്റിലാണ് ഉള്ളത്. ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു വിരിയൽ എക്സ്പാൻഷൻ എന്നുള്ളത് എന്തിൻ്റെ ഫോർമാറ്റിലാണ്, ഒരു സീരീസ് എക്സ്പ്രഷനാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ BCD ഈ സീരീസിലുള്ള
ഈ BCD എന്ന് പറയുന്ന ഈ കോഎഫിഷ്യൻസിനൊക്കെ നമ്മൾ എന്ത് പറയും? സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് വിരിയൽ കോഎഫിഷ്യൻസ്. അതായത് B എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് വിരിയൽ കോഎഫിഷ്യൻ്റ് ആണ്. C എന്നുള്ളത് തേർഡ് വിരിയൽ കോഎഫിഷ്യൻറ്റ്, D എന്നുള്ളത് ഫോർത്ത് വിരിയൽ കോഎഫിഷ്യൻസ്. ഓക്കെ, ഹിയർ B, C, D are the virial expansion coefficients. This only depends on temperature. ഈ പറഞ്ഞ വിരിയൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ് ആകെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെ മാത്രമാണ്? ടെമ്പറേച്ചറിന് മാത്രമാണ്. ടെമ്പറേച്ചറിൽ എന്തെങ്കിലും വേരിയേഷൻസ് സംഭവിക്കുമ്പോൾ മാത്രമാണ് എന്തിലെ വിരിയൽ എക്സ്പാൻഷൻസിൽ ചേഞ്ചസ് വരുന്നത്. ഓക്കെ, വിരിയൽ എക്സ്പാൻഷൻ ക്യാൻ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് പ്രഷർ ഓൾസോ. ഹിയർ we can express the virial expansion in terms of specific volume. ആ സ്പെസിഫിക് വോളിയത്തിലാണ് നമ്മൾ വിരിയൽ എക്സ്പാൻഷൻ എക്സ്പ്രസ് ചെയ്ത ഫോമാറ്റ് ആയിരുന്നു ഇത്, അല്ലേ? ഞാൻ പറഞ്ഞു ഈ ടെമ്പറേച്ചറെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. വേറെ ഫോഴ്സോ അല്ലെങ്കിൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഒന്നിനും തന്നെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഈ വിരിയൽ കോഎഫിഷ്യൻസ് ആയ BCD ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ടെമ്പറേച്ചർ. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് ഈ ഒരു വിരിയൽ എക്സ്പാൻഷന് ഇൻ സ്പെസിഫിക് വോളിയത്തിലായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. അതിൽ മാത്രമല്ല ഇൻ ടേംസ് ഓഫ് പ്രഷറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ PV/RT ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 + ബിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ B' അല്ലെങ്കിൽ സിൻ്റെ ഡെറിവേറ്റീവ് C', ഡിൻ്റെ ഡെറിവേറ്റീവ് D' എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യുന്നു. ഇവിടെ 1/V എന്നുള്ളത് എന്താണെന്ന് നമുക്കറിയാം. ബൈ ബോയ്സ് ലോ എന്തായിരുന്നു? P പ്രൊപ്പോർഷണൽ ടു 1/V, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1 സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് എന്താണ്? പ്രഷറായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 1/V = P ആയതുകൊണ്ട് 1 + B' × P + C' × 1/V² ആണ് ഇവിടെ, അല്ല C/V² ആണ്. അപ്പോൾ എന്ത്? C' × P² + D' × PQ + etc. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നിരുന്നത് PV/RT = 1 + P/V + C/V² + D/VQ + etc. These are the virial expansion in terms of specific volume. അതേപോലെ തന്നെ നമുക്ക് പ്രഷറിൻ്റെ ടേംസിൽ ഇത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. PV/RT = 1 + B'P + C'P² + D'PQ + etc. Then we have to apply limit. നമ്മൾ എന്ത് ചെയ്യുന്നു? ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ലിമിറ്റ് PV ബൈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, അല്ലേ? ലിമിറ്റ് PV/RT ഈസ് ഈക്വൽ ടു ലിമിറ്റ്, ഓക്കെ, ഇവിടെ ലിമിറ്റ് P ടെൻഡ്സ് ടു 0. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഹിയർ പ്രഷർ ടെൻഡ്സ് ടു 0. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണുള്ളത്? 1 + B'/P + C'/P² + D'/PQ + etc. ഈ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതൊരു സീരീസ് ആണ്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് P0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? റൈറ്റ് ഹാൻഡ് സൈഡ് 1 എന്ന് കിട്ടും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തായിരുന്നു? ലിമിറ്റ് P ടെൻഡ്സ് ടു 0 PV/RT = നമുക്ക് എന്ത് എഴുതാം? 1 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. ഇക്വേഷൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? PV/RT = 1, അല്ലേ? അങ്ങനെയാണെങ്കിൽ PV = RT എന്ന് എഴുതിയാലോ? ഇതെന്തിൻ്റെ ഇക്വേഷൻ ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്? PV = RT. ഇറ്റ്സ് ആൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പോൾ ഇതെന്ത് ബിഹേവിയറായിട്ട് മാറുന്നുണ്ട്? ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിലോട്ടേക്ക് മാറുന്നതായി നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഇക്വേഷൻ വഴി കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, റിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ ആയിരുന്നു അല്ലേ നമ്മൾ പഠിച്ചിരുന്നത്? വിരിയൽ എക്സ്പാൻഷൻസൊക്കെ. അപ്പോൾ ഈ ഇക്വേഷൻസ് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് അവസാനം എത്തിയിരിക്കുന്നത് എന്താ? PV = RT. ഇതെന്തിൻ്റെ ഇക്വേഷനാണ്? ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് എന്ത് പറയാൻ വേണ്ടി പറ്റും? അതായത് റിയൽ ഗ്യാസിൻ്റെ പ്രഷർ, അതിൻ്റെ പ്രഷർ വാല്യൂ 0 പോകുമ്പോൾ, അല്ല 0 ആയിട്ട് കുറഞ്ഞു വരും, ടെൻഡ്സ് ടു 0. ഇറ്റ് ഷോസ് എന്ത് ബിഹേവിയറാണ്? ഐഡിയൽ ഗ്യാസ് ബിഹേവിയറായിട്ട് റിയൽ ഗ്യാസ് മാറാൻ വേണ്ടി തുടങ്ങും. അതാണ് വിരിയൽ എക്സ്പാൻഷൻ വഴി ജസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ദീസ് വിരിയൽ കോഎഫിഷ്യൻസ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്, അല്ലേ? ഇറ്റ് ക്യാൻ ബി ഓൾസോ റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് പവേഴ്സ് ഓഫ് പ്രഷർ. നമ്മൾ എന്തിൻ്റെ യൂസിൽ നമുക്ക് എന്തിൽ ടേംസിൽ പറയാൻ പറ്റും? പ്രഷേഴ്സിൻ്റെ ടേംസിൽ പറയാൻ വേണ്ടി പറ്റും. PV = RT = 1 +
ബി ഡാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് ബീൻ്റെ ഡെറിവേറ്റീവ് ബി ഡാഷ് പി പ്ലസ് സി ഡാഷ് പി സ്ക്വയർ പ്ലസ് ഡി പി ക്യൂബ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് ഒക്കെ എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് വിരിയൽ എക്സ്പാൻഷൻസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, അപ്പോൾ ലിമിറ്റ് പ്രഷർ ടെൻസ് ടു 0 ആണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. ലിമിറ്റ് പ്രഷർ ടെൻസ് ടു 0 പി വി ബൈ ആർ ടി ഈസ് ഈക്വൽ ടു എന്താ, ലിമിറ്റ് പി ടെൻസ് ടു 0 റൈറ്റ് ഹാൻഡ് സൈഡിലെ ടേം മുഴുവൻ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രഷർ പി ടെൻസ് ടു 0 ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ലിമിറ്റ് പി ടെൻസ് ടു 0 പി വി ബൈ ആർ ടി ഈസ് ഈക്വൽ ടു, ഇതൊരു സീരീസ് എക്സ്പാൻഷൻ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് പി ടെൻസ് ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് ഒബ്റ്റെയിൻ ചെയ്യും, 1 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ പി വി ബൈ ആർ ടി ഈസ് ഈക്വൽ ടു പി വി ബൈ ആർ ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് എഴുതാൻ പറ്റും, 1 ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ പി വി ഈക്വൽ ടു ആർ ടി. ഇതെന്താണ്, ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ നേച്ചറാണ്. അതായത് ഇഫ് പ്രഷർ ടെൻസ് ടു 0 റിയൽ ഗ്യാസ് ഷോസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. പ്രഷർ കുറഞ്ഞു വരുന്നതോറും അതെന്ത് ബിഹേവിയർ ആയിട്ട് കാണിച്ചു തുടങ്ങും, റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിലോട്ടേക്ക് മാറി തുടങ്ങുന്നതാണ് വിരിയൽ എക്സ്പാൻഷൻ വഴി നമ്മൾ പറയുന്നത്. ദെൻ റെഡ്യൂസ്ഡ് പാരാമീറ്റർ. റെഡ്യൂസ്ഡ് പാരാമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബീക്കർ വാട്ടർ എടുക്കുന്നു, അതിൻ്റെ ടെമ്പറേച്ചർ T ഡിഗ്രി സെൽഷ്യസ് T1 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ നോർമൽ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ബസ് T0 ആണെങ്കിൽ T0 നേരെ എന്ത് ചെയ്യും, T1 ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ കൂട്ടി അതെന്തായി, വാട്ടർ സ്റ്റീമായി, സൂപ്പർ ഹീറ്റഡ് സ്റ്റീമായി. ഓക്കെ, ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ നോളജ് നമുക്ക് എന്തുണ്ടാവും, ഈ മൊഡ്യൂൾ 4 തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഞാൻ പറഞ്ഞു 2 പാർട്ടായിട്ട് പഠിക്കാനുണ്ട്. അതിൽ സെക്കൻഡ് പാർട്ടിൽ വരുന്നതാണ് ആ പോർഷൻസൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ പി വി ഡയഗ്രം, ഒരു പ്യുവർ സബ്സ്റ്റൻസിൻ്റെ പി വി ഡയഗ്രം നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പ്രഷർ ആക്സിസ് അലോൺ വൈ ആക്സിസ്, വോളിയം അലോൺ എക്സ് ആക്സിസ്. ഇങ്ങനെ ഒരു വേപ്പർ ഡോം കിട്ടും അല്ലേ, ഇങ്ങനൊരു ഡോം ലൈക്ക് സ്ട്രക്ചർ കിട്ടും. ഈ വേപ്പർ ഡോമിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ്, അതായത് ഈ പോയിന്റിനെയാണ് എന്ത് പറയാം, ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പ്രഷർ ലൈനിലോട്ടേക്കും വോളിയം ലൈനിലോട്ടേക്കും എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അപ്പോൾ കിട്ടുന്ന വോളിയാണ്. ഇതാണ് ആ പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ക്രിട്ടിക്കൽ വോളിയം, ഇതാണ് ക്രിട്ടിക്കൽ പ്രഷർ. ഇവിടെ ആക്ട് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് എന്ത്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഓക്കെ, അതായത് മാക്സിമം ടെമ്പറേച്ചർ at that point, അതിനാണ് എന്ത് പറയാം, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ പോയിന്റിലുള്ള ടെമ്പറേച്ചറിന് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നു. പ്രഷർ ആണെങ്കിൽ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നു. വോളിയത്തിലാണെങ്കിൽ എന്ത് പറയും, ക്രിട്ടിക്കൽ വോളിയം എന്ന് പറയും. അപ്പോൾ ഇവിടെ റെഡ്യൂസ്ഡ് പാരാമീറ്റേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ റേഷ്യോ ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ദ സബ്സ്റ്റൻസ് at the given state to the value of the same property at a critical state of the substance. അതായത് നോർമലി ഈ ബീക്കർ നമ്മൾ വെള്ളം എടുത്തിരുന്നു, ആ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വരിക. അപ്പോൾ ആ ടെമ്പറേച്ചർ ഡിവൈഡ് ബൈ അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറാണ് നോർമൽ. ആ ഒരു പ്രോപ്പർ സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ എന്താണോ അത് ഡിവൈഡഡ് ബൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ ആ റേഷ്യോനാണ് നമ്മൾ എന്ത് പറയുന്നത്, റെഡ്യൂസ്ഡ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ റേഷ്യോ ആണ് നമ്മൾ അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും, റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ TR എന്ന് പറയും. റെഡ്യൂസ്ഡ് ഇനി പ്രഷറിൻ്റെ ടേംസിലാണെങ്കിൽ എന്ത് പറയും, റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറയും. റെഡ്യൂസ്ഡ് വോളിയം ആണെങ്കിൽ VR എന്ന് പറയും. ഓക്കെ, അപ്പോൾ TC PC VC ആണ് എന്ത്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ പ്രഷർ വോളിയം പാരാമീറ്റേഴ്സ് അല്ലേ. അപ്പോൾ അറ്റ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഈ ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ എന്താണ് റെഡ്യൂസ്ഡ് പാരാമീറ്റേഴ്സ് എന്ന് അറിഞ്ഞിരിക്കുക. നോർമലി ഒരു പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, അതാണ് റെഡ്യൂസ്ഡ് ടെമ്പറേച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കാം, 1-2 മാർക്കിനൊക്കെ ചോദിക്കാം, എന്താ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ്. അപ്പോൾ നമ്മൾ കിട്ടിയ ഗിവൺ ടെമ്പറേച്ചർ മൈനസ് സാച്ചുറേഷൻ ടെമ്പറേച്ചറിനെയാണ് എന്ത് പറയുക, ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് എന്ന് പറയാം. PVT ഡയഗ്രാം ആൻഡ് PVT സർഫസ്, ഇത് വളരെ ചെറിയൊരു തിയറി പോർഷനാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു സബ്ലിമേഷൻ എന്താ, ഫ്യൂഷൻ എന്താ, വാപ്പറൈസേഷൻ എന്താ, ഈ 3 പ്രോസസ്സും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിന്റിനാണ് എന്ത് പറയുക, ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ഈ അറിയാലോ, ക്രിട്ടിക്കൽ പോയിന്റ് നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ സർഫസ്, ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ലിക്വിഡ്, വേപ്പർ, സോളിഡ്, ഇത് 3നെയും സെപ്പറേറ്റ് ചെയ്യുന്ന സർഫസ് ആണ് PVT ഡയഗ്രാം അല്ലെങ്കിൽ PVT സർഫസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.